ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിലുള്ള കേരള യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ 2025-27 അധ്യയന വർഷത്തേക്കുള്ള എംഎഡ് കോഴ്സിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ എംഎഡ് കോഴ്സിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും, എങ്ങനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും തുടങ്ങിയ ഡീറ്റെയിൽ ഇൻഫർമേഷനാണ്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും ആമുഖമായിട്ട് ഓർപ്പെടുത്തുക. അപ്പോൾ എംഎഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് ആമുഖമായിട്ട് പറയാനുള്ളത്, അതായത് സ്വാഭാവികമായിട്ടും BEd കോഴ്സ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2 വർഷത്തെ എംഎഡ് കോഴ്സ് കൂടി നേടിക്കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകളാണ് കാത്തിരിക്കുന്നത്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ BEd എന്നുള്ള ഈ ഒരു കോഴ്സ് പ്രത്യേകിച്ച് ഇൻ്റഗ്രേറ്റഡ് BEd ഉൾപ്പെടെയുള്ള സിസ്റ്റത്തിലോട്ട് മാറ്റാൻ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ BEd കോഴ്സിൽ ഒരുപാട് സാധ്യതകൾ, തൊഴിൽ സാധ്യതകൾ, അതായത് ജോബ് വാക്കൻസികളൊക്കെ വരാൻ സാധ്യതയുള്ള ഈ ഒരു സാഹചര്യത്തിൽ BEd കോളേജിലോട്ട് ടീച്ചിങ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷനാണ് എംഎഡ് എന്നുള്ള ഈ ഒരു കോഴ്സ്. അപ്പോൾ എംഎഡ് നിലവിലത്തെ സാഹചര്യത്തിൽ 2 വർഷം തന്നെയാണ് കോഴ്സ്. അപ്പോൾ നിലവിൽ എംഎഡ് കോഴ്സ് ഉൾപ്പെടെ വൺ ഇയർ ആക്കും എന്നുള്ള ഒരു ഇൻഫർമേഷൻ നേരത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ അത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ വരാത്ത സാഹചര്യത്തിൽ ഈ അക്കാഡമിക് ഇയറും എംഎഡും BEdും ഒക്കെ 2 വർഷം തന്നെയായിരിക്കാനാണ് സാധ്യത. അപ്പോൾ നിലവിൽ ഓൾറെഡി കേരള യൂണിവേഴ്സിറ്റി എംഎഡ് 2 വർഷത്തെ കോഴ്സിന് അപേക്ഷ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തൊട്ടടുത്ത വർഷങ്ങൾ മാത്രമാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ, അതും എത്രത്തോളം വരുമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. ഒരുപാട് വിദ്യാർത്ഥികൾ സംശയമായതുകൊണ്ട് പറയുകയാണ്. ഇനി അതേപോലെ എംഎഡ് കോഴ്സ് നിലവിൽ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് കേരള യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ എംഎഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, വിദ്യാർത്ഥികൾ അതായത് എൻട്രൻസ് പരീക്ഷയെ അടിസ്ഥാനമാക്കിയിട്ടാണ് വിദ്യാർത്ഥികൾക്ക് എംഎഡ് കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുക. ഇനി അതേപോലെ എംഎഡ് കോഴ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും BEd അതേപോലെ PG BEdനെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന എൻട്രൻസ് പരീക്ഷയും കൂടി അടിസ്ഥാനമാക്കിയിട്ടാണ് അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് കേരളത്തിലൊക്കെ അഡ്മിഷൻ കിട്ടാത്ത സാഹചര്യമുള്ളവർക്കൊക്കെ കേരളത്തിലുള്ള അതേ രീതിയിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഈക്വലൻസി ലഭിക്കുന്ന PSC അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് താഴെ കൊടുത്ത എൻ്റെ പേഴ്സണൽ നമ്പർ, ആ ഒരു നമ്പറിലെ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് വാട്സപ്പിൽ നിങ്ങൾ എംഎഡ് ഡീറ്റെയിൽസ് എന്ന് നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എംഎഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് PSC അംഗീകാരമുള്ള കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റിയിൽ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള എല്ലാ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നൽകുന്നതായിരിക്കും. അതുകൊണ്ട് ആ ഒരു സേവനം ആവശ്യമായിട്ടുള്ളവർ ഉപയോഗപ്പെടുത്തുക. എംഎഡും അതേപോലെ BEd ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകൾ അത്തരത്തിലുള്ള അഡ്മിഷൻ കേരള PSCയുടെ അംഗീകാരമുള്ള ഔട്ട്സൈഡ് യൂണിവേഴ്സിറ്റി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഉൾപ്പെടെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനും. ഇപ്പോൾ നിലവിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ സംബന്ധമായിട്ട് എംഎഡ് കോഴ്സിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, 30/4/2025 വരെ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ എംഎഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് രജിസ്ട്രേഷൻ ഫീ ജനറൽ വിഭാഗത്തിന് 2000 രൂപ, അതേപോലെ തന്നെ SC/ST വിഭാഗത്തിനാണ് 1000 രൂപയാണ് എംഎഡ് കോഴ്സ് കേരള യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഫീസായിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ എത്ര സീറ്റുകളുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. നിലവിൽ എംഎഡ് കോഴ്സ് വളരെ പരിമിതമായിട്ടുള്ള സീറ്റുകളാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലാണ് ഈ ഒരു കോഴ്സ് വരുന്നത്. അപ്പോൾ എംഎഡ് കോഴ്സ് നിലവിൽ 50 സീറ്റുകളാണ് കേരള യൂണിവേഴ്സിറ്റി കീഴിലുള്ള ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 50 സീറ്റിലോട്ട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് ജസ്റ്റ് ഹോം പേജിലോട്ട് വന്ന്, അതായത് admission.kerala-university.ac.in എന്നുള്ള വെബ്സൈറ്റിൽ ഹോം പേജിലോട്ട് വന്ന് ഇവിടെ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ സാധിക്കും. നേരത്തെ PG അപേക്ഷ കൊടുത്ത അതേ സെയിം സംഭവം തന്നെയാണ്. ഓൾറെഡി PG അപേക്ഷ കൊടുത്ത ഒരു വീഡിയോ അപേക്ഷ കൊടുക്കുന്ന ഇവിടെ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെ ജസ്റ്റ് നിങ്ങൾ അപേക്ഷ ജസ്റ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുക. അതിൽ കോഴ്സ് ഓപ്ഷൻ്റെ അകത്ത് നിങ്ങൾ എംഎഡ് എന്ന് ജസ്റ്റ് ചൂസ് ചെയ്യുക. അതിനുശേഷം ബാക്കി ഫീസ് കാര്യങ്ങൾക്ക് കൊടുത്ത് ഫൈനലി നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് അപേക്ഷ നിങ്ങൾ കൺഫേം ആക്കുക. അപ്പോൾ എംഎഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് ഡേറ്റ് 30 വരെ, ഈ മാസം 30 വരെ സമയമുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് 50 സീറ്റാണ് ഈ എംഎഡ് കോഴ്സ്. അപ്പോൾ ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലാണ് വരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ എൻട്രൻസ് പരീക്ഷയുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാധ്യതയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. ഇനി കൂടാതെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്കും ഇവിടെ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കൊക്കെ എംഎഡിൻ്റെ സാധ്യത മനസ്സിലാക്കി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞ രീതിയിൽ കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് എംഎഡ് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ വാട്സപ്പിൽ നിങ്ങൾ ജസ്റ്റ് എംഎഡ് ഡീറ്റെയിൽസ് നിങ്ങൾ മെസ്സേജ് അയക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെയും കേരളത്തിന് പുറത്തുമുള്ള യൂണിവേഴ്സിറ്റികളുടെ എല്ലാ കോഴ്സുകളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകൾക്കും ചാനൽ ഇതുവരും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.